കുപ്പി അതിൻ്റെ മൂട് ചളങ്ങിപ്പോയി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പുതിയ കുപ്പി എടുക്കണം. രാവിലെ മുടിയിൽ എണ്ണ തേപ്പ്. കാറ്റായതുകൊണ്ട് മുടി കൊല പിടിച്ചാൽ മതി. കൊല പിടിച്ചാൽ മുടി ഫ്ലാഷ് ഓണാക്കി വയ്ക്കുക. ഫ്ലാഷ് പോയി. കഴിഞ്ഞ മേളിലൊന്നും തേക്കുന്നില്ലേ? തുമ്പ് മാത്രം മതിയാ? കാറ്റത്ത് മുടി അഴിച്ചിട്ടേ മുടിയുടെ തുമ്പൊക്കെ പനലായി. മുടി വെട്ടണം. നാളെ വെള്ളിയാഴ്ചയില്ലേ, വെട്ടാം. ആഴ്ചയിൽ നമ്മൾ മുടിയുടെ തുമ്പൊക്കെ വെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെയാണ് ഗായ്സ് സംഭവങ്ങൾ. പിന്നെ എന്താണ് വിശേഷങ്ങൾ? തുള്ളിത്തോളുമ്പും വെള്ളിക്കൊലുസിൻ താളം ഇന്നെൻ്റെ കാതിൽ കേൾക്കുമ്പോൾ രാവിലെ തുമ്മൽ വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഉച്ചിൽ കെട്ടിപ്പാത്തുമ്പ എന്ന്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റത്ത് ഇങ്ങനെ വെട്ടി വയ്ക്കുന്നതാണ് ഇച്ചിരി കൂടെ നല്ലത് കേട്ടോ. മണി 7 ആയിട്ടേ ഉള്ളൂ. മീൻവണ്ടിയൊക്കെ വരുന്നു. തുമ്മലും വരുന്നുണ്ട്. തുമ്മൽ പാതി വഴി വന്നിട്ട് പോയി. അവിടെ മേളിലാരും തുമ്മി. തുമ്മലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തുമ്മൽ കേട്ടാൽ മതി. ആൾമാർ രാവിലെ കരഞ്ഞില്ലല്ലേ? സൗണ്ടൊന്നും കേട്ടില്ലെന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ചു നോക്കട്ടെ. കിണുങ്ങാമണി, പറഞ്ഞ എഴുന്നേറ്റാ? കിണുങ്ങാമണി എഴുന്നേറ്റാ സുന്ദരികളെ? ആഹാ, ഇനി 5-6 കൊഞ്ചല്, കിണുങ്ങി കരച്ചില്. തന്നെ കേട്ട്. ഉമ്മ ഇവിടെ ഉണ്ട്. അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ നോക്കും. ഇച്ചിരി കഴിയട്ടെ, എന്നിട്ട് തുറക്കാം. എൻ്റെ ഗ്രാൻഡ്മ ഇപ്പോൾ ചുക്കാപ്പിയും കൊണ്ട് വരും. പാൽ ഐസായി. ഐസായി. എൻ്റെ മുറ്റം കിടക്കുന്ന കിടത്തണ്ട തൂത്തതാന്ന് ആരെങ്കിലും പറയും? ആരും പറയത്തില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. എൻ്റെ ചെടി വയ്ക്കാണ്. ചെടിയുടെ ഇടയ്ക്കൊക്കെ കരിയൽ. വീടിൻ്റെ മുറ്റം ഫുള്ള് കരിയലേ. ഇച്ചിരി പോലെ വൃത്തിയുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് കേക്കത്താനാസൈ. റോസയിൽ ഒരു മുട്ട്. ഒന്നല്ല, 2 മുട്ടുണ്ട്. 2 മുട്ട്. ഉടനെ ചിലന്തി വല ഇടും അതിൻ്റെ അകത്ത്. നല്ല സൂപ്പർ കാറ്റ്, നല്ല ക്ലൈമറ്റ്. സൂര്യൻ എന്തോ അവിടെ ഉദിച്ചു വന്നത് കണ്ടു. വിറ്റാമിൻ ഡി കൊള്ളാം കുറച്ച് നേരം. നല്ല തണുത്ത കാറ്റ്. കുറേ ചാക്കിട്ട് അതിനകത്ത് മൊത്തം അറക്കപ്പൊടിയാണ്. കോഴിക്കുട്ടിയുള്ള അറക്കപ്പൊടിയാണ്. പിന്നെ അത് പാറപ്പൊടി, അതിവിടെ തേക്കാനുള്ള, വീടിൻ്റെ ഫ്രണ്ട് തേക്കാനുള്ള പാറപ്പൊടി. പിന്നെ ഉള്ളത് ചൂട്ട്, അത് തീയരിക്കാനുള്ളത്. ഇതെല്ലാം ഇവിടുന്ന് വൃത്തിയാക്കിയാൽ, പിന്നെ ഒരു സമയം ഉണ്ട്, ആ സമയത്ത് നമ്മൾ വൃത്തിയാക്കിയാൽ കുറച്ചും കൂടി ഭംഗിയാവും. ഇവിടെയാണ് എൻ്റെ വിറ്റാമിൻ ഡി കൊള്ളുന്ന സ്ഥലം. കണ്ടോ, സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കും. എപ്പോഴൊന്നും ഇല്ല, വല്ലപ്പോഴൊക്കെ തോന്നുമ്പോൾ. തണുപ്പത്തി അടുപ്പിൻ്റെ മൂട്ടിലിങ്ങനെ വന്ന് നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. പണ്ട് അടുപ്പിൻ്റെ മൂട്ടി വന്നിങ്ങനെ നിൽക്കുന്നത്, തണുപ്പത്ത് അടുപ്പിൻ്റെ മൂട്ടി വന്ന് നിൽക്കാൻ നല്ല രസമാണ്. മലയല്ല പോയാലോ? പോയാലോ? 10 മണിയാകുമ്പോൾ പോവാം. ഇതാണ് നമ്മുടെ പുതിയ കോഴി. ചക്കീല എവിടെ വാ? ഇതിനൊന്നും പേരിട്ടില്ല. ഇത് 3 ഒരേപോലെ ഇരിക്കുന്നത് ഇതിന് പേരല്ല. അത് ഷക്കീല. ഷക്കീല
നീ ഇവിടെ പോന്നേ കയറിപ്പോ കയറി ഇവിടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിക്കുക. ഇത് ഭയങ്കര പുളിപ്പുള്ള പാഷൻ ഫ്രൂട്ട്. ഇതൊക്കെ നല്ല പഴുത്തിട്ടോ. ഇത് പിന്നെ വെറുതെ പഞ്ചസാര ഇട്ട് തിന്നാനും പറ്റും. അപ്പോൾ പിന്നെ കുറച്ച് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. ജ്യൂസ് അടിച്ച് കുടിക്കാം, അതാണ് ഇച്ചിരി കൂടെ നല്ലത്. ഇതൊക്കെ നല്ല പഴുത്ത് നല്ല മധുരമുണ്ട്. ഇത് ഭയങ്കര പുളിപ്പ്. ഇത് വാടി പഴുത്ത് ഞാൻ കണ്ടേ. തലയത്തേക്കാൻ താളി അരയ്ക്കാൻ കൊണ്ട് വന്നതാ. ഞാൻ മറന്നു. ഇതായിരിക്കുന്നു ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും ഇതായിരിക്കും. ഇന്നലെ മൈലാഞ്ചി ഇലയെ തേച്ചത് കുറച്ച്, അതുകൊണ്ട് ഇന്ന് മറന്നു. നാളത്തേക്ക് തേക്കാം. പൂ ആടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഹിബിസ്കസ് നല്ലതാണ്. വെയിൽ ഭയങ്കര വെയിൽ, ഭയങ്കര ചൂട്. ഇന്നത്തെ ഡേ അത്ര പോരല്ലേ, ഒരു ഉഷാറല്ലേ. ചാളപ്പുളി, ചാളയ്ക്കിപ്പോൾ വിലയില്ല. 1 കിലോ അല്ല 2 കിലോ 100 രൂപ. 2 കിലോ 100 രൂപയോ. ചാളയാണ് ഒരു കണക്കിന് നല്ലത്. പക്ഷെ കുറേയൊക്കെ തിന്നുമ്പോൾ അങ്ങ് മടുക്കും. ചൂരയൊക്കെ കണ്ട കാലം മറന്നു. ഇവിടെ ചൂരയൊന്നും കൊണ്ടുവരലില്ല. ചാളയും മത്തിയും നെത്തോലിയും ഇത് തന്നെ ശരണം. എൻ്റെ വീട്ടിൽ പുട്ടാണെന്ന് പറയുന്നതാണ്. ഡെയിലി ഇവിടെ ചാള കൊണ്ടുവരുന്നത്, വണ്ടിയിലും ചാള കൊണ്ടുവരുന്നത്. ചൂര ഇല്ലല്ലോ. പുറത്ത് പോയപ്പോഴും അന്ന് പോയായിരുന്നല്ലോ, പുറത്ത് പോയ സമയത്തും അവിടെ ചൂര ഉണ്ടായിരുന്നില്ല. അവിടെയും എന്തായിരുന്നു, ചാളയായിരുന്നു. അന്ന് ഞാൻ ചാള വാങ്ങിച്ചത്. കൊഞ്ചൊന്നും ഇവിടെ വാങ്ങിക്കത്തില്ല. കൊഞ്ച് മെനക്കേടാ. വാങ്ങിച്ചാലും തൊരൂര് ചഴി മരത്തൊന്നും കാണത്തില്ല. വലിയ കൊഞ്ചാണെങ്കിൽ കുഴപ്പമില്ല. ഇനി വല്ല കണവയൊക്കെ വാങ്ങിക്കണം. കണവയൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഞാൻ കിഴക്കും ഭാഗത്ത് ചന്തയിൽ പോകണം. അവിടെയൊക്കെ മിസ് ചെയ്യുന്നു. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കണവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചാളയെങ്കിൽ ചാള, അൽഹംദുലില്ലാ ഉള്ളതും തിന്നുകൊണ്ട് നടക്കാം. അങ്ങനെയൊക്കെയാണ് സംഭവം. എന്തുവാ സൈനു? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് എന്താണ്, ചോറുണ്ട്, മാങ്ങ ഉപ്പിലിട്ടത്, ചാളക്കറി, ചാള പൊരിച്ചത്, ചക്കയുണ്ട്, കോവയ്ക്ക തോരനുണ്ട്. കോവയ്ക്ക തോരൻ, മെഴുക്ക് പുരട്ടിയിട്ട് തേങ്ങ ഇട്ടത് തോരൻ, അതൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. കെട്ടിയ എല്ലാവരെയും ആണ്ടേ അടുത്ത് വെച്ചേക്കുന്നു. നല്ല മണം. ഇതിങ്ങനെ മണപ്പിക്കലെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട്. തായ്മൊഴി തട്ടാതെ ഇപ്പോൾ മനസ്സിലായില്ലേ. മണപ്പിച്ചപ്പോൾ മൂക്കേ കയറി. തള്ളമാർ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കണം. എനിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കും. കൊത്തിച്ച് വയ്ക്കാം. ഇനി ചെടിക്ക് വെള്ളം ഒഴിക്കണം, തീ ഇടണം. രാത്രി തീടാന്ന് പറഞ്ഞിരിക്കുമല്ലോ. രാവിലെ തീട ശരിയാവത്തില്ല. രാവിലെ തീയിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റായതുകൊണ്ട് ആ തീപ്പൊരി എവിടോട്ടെങ്കിലുമൊക്കെ പറന്നു പോകും. അതുകൊണ്ട് തീടാൻ പറ്റത്തില്ല. അങ്ങനെ ഇനി തീ ഇടണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഭയങ്കര ടാസ്ക്കെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ നടുപൊടി. വെള്ളം പൊക്കിക്കൊണ്ട് വന്നല്ലേ ബക്കറ്റിൽ കൊണ്ടുവന്നേ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഓസിൽ കയറാനുള്ള ഓസ് ഇടാൻ പൈപ്പ് അത് ശരിയല്ല. ഞാൻ ഓസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പൈപ്പ് ഒടിയും. അങ്ങനെയാണ് സംഭവം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥന, ക്രിസ്ത്യൻ പള്ളിയിൽ പ്രാർത്ഥന. ഇതിൻ്റെ ഇടയിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. മുമ്പ് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ തിങ്കളാഴ്ച ഉണ്ട്, വെള്ളിയാഴ്ച ഉണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട്. സന്ധ്യയ്ക്ക് പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അതാണ് സംഭവം. ഇനി എന്താണ്, ചെടിക്ക് വെള്ളം ഒഴിക്കണം. ഒഴിക്കട്ടെ. പോകാൻ മൂക്കിൻ്റെ അകത്ത് കയറി. ഇവിടെ തീ ഇടാൻ പോകണം കൈ, തീ ഇടാൻ പോകണം. വാ, പട്ടി എവിടെ എവിടെയെങ്കിലും കാണും. ഇങ്ങോട്ട് എടുവച്ചേ. ചൂലെടുത്തോണ്ട് വന്നില്ല, അല്ലെങ്കിൽ വലിയൊരു കമ്പ് എടുക്കണം. ഇനി വലിയ ചെടി കരിഞ്ഞു പോവല്ലേ. നീക്കണമെങ്കിൽ ഒരു കമ്പ് എടുത്തിട്ട് ചെരുപ്പ് എൻ്റെ കാര്യം കിടക്കും. എനിക്കെൻ്റെ ഷൂ ഒന്നും എടുത്തിടാൻ കഴിയാം. എൻ്റെ ചെരുപ്പ് അങ്ങ് അടുക്കള ഭാഗത്ത് കിടക്കും. അത് മച്ചി, അതോ യോ ഇത് കത്തിയില്ല. നിങ്ങൾക്കൊക്കെ എന്തൊരു കുഴപ്പം. ഇന്ന് നന്നായിട്ട് കത്തിക്കൊണ്ടിരുന്ന ഞാനല്ലേ. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണോ? തീയെ അങ്ങോട്ടൊന്നും പോകരുത്, അവിടെ ഒരു ചെടി നിൽക്കുക. അമ്പിളി അമ്മാവൻ വീണ്ടും വന്നല്ലോ. അമ്പിളി അമ്മാവ താമര കുമ്പിളിയിൽ എന്തുണ്ട്?
ചുവന്നിരിക്കുന്നു. ഉമ്മച്ചി തവണ്ടേ. ഭയങ്കര ചൂട്. അടിപൊളി, നല്ല രസമുണ്ട്. കരിഞ്ഞു പോയി. ഇത് രാവിലെ ഇടാൻ പറ്റത്തില്ല തീ. ഉമ്മച്ചി അമ്മാതിരി കാറ്റാ. ചെടിയുടെ അടുത്ത് അങ്ങോട്ട് അടുത്തൊരു കുപ്പിയും കിടക്കുന്നു. ഓ, ഇനി ഇതിന്റെ ഇരട്ടി അപ്പുറത്ത് കിടക്കുന്ന കരിയാല. രാവിലെ മനുഷ്യൻ മാക്കാ തൂത്ത് നടുവും മുതുവും കളഞ്ഞ കരിയലയാ. ഹോമകുണ്ടം. ഭയങ്കര തീ. പറങ്ങാനുണ്ടായിരുന്നേ മറ്റേ ചൂടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ചുട്ടുകൂടെ പറങ്ങാണ്ടി ഇരിപ്പുണ്ടല്ലോ കുറച്ച്. ലൈറ്റർ എന്തോ ഞാൻ കൊണ്ട് വെച്ചെന്ന് തോന്നുന്നു. ഹിമാലയ പർവ്വതം പോലുണ്ട് കരിയാപ്പില. കരിയില താഴോട്ട് മൂട്ടീന്ന് ഇട്ട് കൊടുക്കാനാണോ? ബുദ്ധിമതി. പെട്ടെന്ന് കത്തി വരും. അല്ലെങ്കിൽ ഇങ്ങനെ കരിയില പറക്കി വെച്ച് കൊടുക്കണം. നിൽക്കി കത്തി വരട്ടെ. എന്നിട്ട് കൊതുവുള്ള സമയമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പുകച്ച് കൊതുവിനെ ചാടിക്കാരനെ. ആ പട്ടി എന്തൊരു ശല്യം പട്ടി. കഥ അടച്ചിട്ട് വരാം. എന്ത് ഇത് രാത്രിയാ? ആർക്കാ ഇത്ര സങ്കടം? ഉറങ്ങ്. പോയി കിടന്നുറങ്ങ്. വേണ്ടി പോവരുത് ഇവിടെ. ഞാനേ അല്ല. സൗണ്ട് കേട്ടാ മതി, അപ്പൊക്കെ ഉറങ്ങും കരയാൻ. വെള്ളം കൊണ്ട് അണച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോകും. രാത്രി ഇനിയിപ്പോൾ കാറ്റടിക്കാൻ ചാൻസ് കുറവാ. ഒരു ബക്കറ്റ് വെള്ളം എടുക്കുന്നു വന്ന്. അത്രയും മതി. നാളെ രാവിലെ ബാക്കി നീക്കിയിടാം. എന്തുവാ മിണ്ടി പോവരുത് ഇവിടെ. കിടന്നുറങ്ങ്. അമ്മയും ഇല്ല അച്ഛനും ഇല്ല ഇവിടെ. ഉറങ്ങ്. അയ്യോ, ഇത്രയ്ക്ക് സങ്കടോ? തീയണക്കൽ പരിപാടി. എൻ്റെ അടിയിലൊക്കെ കുറച്ച് കരിയാനുണ്ടോ തോന്നുന്നു. കരിയാണ് നാളെ രാവിലെ ആകുമ്പോൾ എന്തായാലും ഉണങ്ങി കിടക്കും. ബാക്കി നാളെ തൂത്ത് ഇതാക്കാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. തൂത്തില്ല. രാവിലെ തൂത്ത് നമ്മളിപ്പോൾ തീയിട്ട് എല്ലാത്തിനെയും കരിച്ച് വാരിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.